ശരി, ലിജു, ഇക്കാര്യത്തിൽ കോൺഗ്രസിനെതിരെ പറയുന്ന കാര്യങ്ങൾ സ്ഥിരമായി CPM പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് നിങ്ങളുടെ വായടയ്ക്കാനുള്ള ശ്രമം. താങ്കൾക്ക് അതിനും മറുപടി നൽകാം. ജുഡീഷ്യൽ അന്വേഷണം എന്നുള്ള ആവശ്യമൊക്കെ എവിടെയോ നിൽക്കുന്നു. ഇപ്പോൾ ഈ റിപ്പോർട്ട് പോലും കൊടുത്തിട്ടില്ല. ഇന്നോ നാളെയോ, ഇന്ന് രാത്രിയോ അല്ലെങ്കിൽ നാളെയോ കൊടുക്കുമെന്നൊക്കെയാണ് അറിയുന്നത്. അതിനുശേഷം സമയമെടുത്തൊക്കെ എടുക്കേണ്ട ഒരു കാര്യമാണ്, തീരുമാനമാണ്. ഒന്നിപ്പോൾ ഈ RSS CPMന്റെ RSS വിരോധമൊക്കെ ചരിത്രം പറഞ്ഞ് പ്രതിരോധിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? കേരളത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ RSSുമായിട്ട് സഖ്യമുണ്ടായിരുന്ന പാർട്ടി തന്നെ CPM ആണ്. വീണ്ടും ആ ചരിത്രം ആവർത്തിക്കേണ്ട കാര്യമില്ല. പാലക്കാട് ഈ ശിവദാസ മേനോന്റെ നിയമസഭാ സീറ്റിൽ EMS നമ്പൂതിരിപ്പാടിനൊപ്പം ലാൽകൃഷ്ണ അദ്വാനി വേദി പങ്കിടുന്നതും ശിവദാസ മേനോൻ അദ്ദേഹത്തിന്റെ EMS നമ്പൂതിരിപ്പാടിന്റെ പ്രസംഗം, ലാൽകൃഷ്ണ അദ്വാനിയുടെ പ്രസംഗം പരിഭാഷപ്പെട്ടതും ഒക്കെ ചരിത്രത്തിന്റെ ഭാഗമാണ്. അടിയന്തരാവസ്ഥയുടെ കാലഘട്ടത്തിൽ RSSും CPMും ഒരുമിച്ചാണ് പ്രവർത്തിച്ചത് കാര്യം എല്ലാവർക്കും അറിയാം. അപ്പൊ ഞാൻ ആ ചരിത്രത്തിലേക്ക് ആവർത്തിക്കില്ല. അപ്പൊ അതുകൊണ്ട് ചരിത്രം പറഞ്ഞുകൊണ്ട് RSSന് ഞങ്ങൾ എക്കാലവും എതിരായിരുന്നു എന്ന് പറയുന്ന ഒരു നറേറ്റീവ് വിജയിക്കില്ല. അത് ഭൂതകാലത്തിലെ കാര്യം. നമ്മൾ വർത്തമാനത്തിലേക്ക് നോക്കിയാൽ പോലെ കേരളത്തിന്റെ ക്രമസമാധാനത്തിന്റെ ചുമതല വഹിക്കുന്ന ഒരു ADGP RSS മേധാവി RSSന്റെ ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബളയെ കണ്ടു എന്ന് പറഞ്ഞപ്പോൾ CPMന്റെ സംസ്ഥാന സെക്രട്ടറിയുടെ പ്രതികരണം അതിനെന്താ കുഴപ്പമെന്നാണ്. സംസ്ഥാന നിയമസഭയുടെ സ്പീക്കറായിരിക്കുന്ന നേതാവ് ഷംസീർ ചോദിക്കുന്ന RSS രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഘടനയല്ലേ എന്നാണ്. RSSനെ ഇവരിൽ നിന്നൊരു വർഗീയ സംഘടനയായിട്ട് പോലും അംഗീകരിക്കുന്നുണ്ടോ എന്നുള്ള കാര്യമാണ് ആദ്യമായിട്ട് ഈ CPM പ്രതി ശ്രീ KP കുഞ്ഞിക്കണ്ണൻ വ്യക്തമാക്കേണ്ടത്. നിങ്ങൾ RSSനെ ഒരു വർഗീയ സംഘടനയായി കണക്കാക്കുന്നെങ്കിൽ കേരളത്തിലെ സംസ്ഥാന പോലീസിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി രഹസ്യമായി പോയി സ്വകാര്യ ഒരു വാഹനത്തിൽ പോയി RSS നേതാക്കളൊപ്പം നിങ്ങളുടെ പോയി RSS മേധാവിയെ കാണുന്നത് നിങ്ങളുടെ നേതാക്കന്മാരെ ഒട്ടും ആശങ്കപ്പെടുത്തുന്നില്ല എന്നും അതിന്റെ തെളിവുകൾ പുറത്തു വന്നിട്ട് നാളിതുവരെയായിട്ടും ഒരു നടപടിയും അദ്ദേഹത്തിനെതിരെ സ്വീകരിക്കാൻ അദ്ദേഹം പോലും അഡ്മിറ്റ് ചെയ്തു. ഞാൻ കണ്ടു എന്ന് അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്. ADGP അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും അറിയാൻ കണ്ടു എന്നുള്ള കാര്യം. ഒരു നടപടിയും എടുക്കുന്നില്ല. DGPയുടെ റിപ്പോർട്ട് വരട്ടെ എന്ന് പറയുന്നെങ്കിൽ നിങ്ങളുടെ DNAക്ക് പ്രശ്നം ഉണ്ടായിരിക്കുന്നു. ഞാൻ അൻവറിന്റെ വാക്ക് പറഞ്ഞ് കടമെടുത്ത് അദ്ദേഹം നിങ്ങളുടെ പാർട്ടിയിലുണ്ടായിരുന്നപ്പോൾ ഉപയോഗിച്ച വാക്കാണ്. ആ അൻവറിന് അന്ന് ഏറ്റവും മോശപ്പെട്ട പരാമർശം നടത്തിയപ്പോൾ അതിനെ പിന്തുണച്ച ആളാണ് സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയായിരിക്കുന്ന പിണറായി വിജയൻ. ഇപ്പൊ ഇന്ന് അൻവറിനെ ഇവരെല്ലാം കുറ്റം പറയുന്നു. അന്ന് അൻവർ ഒരിക്കലും പൊറുക്കാത്തൊരു പരാമർശം അന്ന് നടത്തിയപ്പോൾ കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്നായിരുന്നു അന്നത്തെ മുഖ്യമന്ത്രി പറഞ്ഞത്. ഞാൻ സന്ദർഭവശാലൊന്ന് പറഞ്ഞതേ ഉള്ളൂ. CPMന്റെ അടിസ്ഥാന ജനിതകത്തിൽ നിങ്ങൾ RSS വികാരം, RSSനെതിരായിട്ടുള്ള വികാരം നിങ്ങളുടെ ജനിതകത്തിന്റെ ഭാഗമായിട്ട് പറയുന്നെങ്കിൽ ആ ജനിതകത്തിന് മ്യൂട്ടേഷൻ സംഭവിച്ചിരിക്കുന്നു. ആ DNA-ക്ക് മ്യൂട്ടേഷൻ സംഭവിച്ചിരിക്കുന്നു. RSS നിങ്ങൾക്ക് ഇത് തൊട്ടുകൂടാത്തൊരു പാർട്ടി അല്ല. RSS നേതാക്കളുമായിട്ട് ചർച്ച നടത്തുന്ന ഒരു ADGP തെറ്റ് ചെയ്ത് നിങ്ങൾ വിശ്വസിക്കുന്നില്ല. പ്രഥമ ദൃഷ്ട്യാ തെളിഞ്ഞിട്ട് പോലും നിങ്ങളൊരു നടപടി എടുക്കുന്നില്ല. കാരണം എന്താ? കാരണം നിങ്ങൾക്ക് ഭയമാണ്. നിങ്ങളുടെ മുഖ്യമന്ത്രി ഊരാക്കുടുക്കിലാണ്. ലാവ്ലിൻ കേസ്, മാസപ്പടി കേസ്, ലൈഫ് തട്ടിപ്പ്, സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന്റെ സമ്പൂർണ്ണ നിയന്ത്രണത്തിൽ നിൽക്കുന്നൊരു പാർട്ടി. പിണറായി വിജയൻ പറയുന്നതിനപ്പുറത്ത് ഒരു തിരുവായ്ക്ക് എതിർവായില്ലാത്തൊരു പാർട്ടി, തിരുവായ്ക്ക് അതിനവിടെ എതിർവായ പോലുമില്ലാതെ അടിമക്കൂട്ടങ്ങളുടെ ആയിരിക്കുന്ന ഒരു പാർട്ടി. ഞാൻ ആക്ഷേപിക്കുകയാണെന്ന് കരുതരുത്. നിങ്ങൾ ആ ഒരു അവസ്ഥയിൽ എത്തിയിരിക്കുന്നു. അപ്പൊ പിണറായി വിജയന് കുടുംബത്തിന് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ RSSന്റെ പിന്തുണ വേണം. RSSന്റെ അജണ്ട കേരളത്തിൽ നടപ്പിലാകണം. അപ്പൊ അതിനെതിരായിട്ടൊരു വാക്ക് പറയാനുള്ള ധൈര്യം നിങ്ങൾക്കാർക്കും ഇല്ല. അതുകൊണ്ടാണ് RSSനെ മുഖ്യമന്ത്രി സപ്പോർട്ട് ചെയ്യുന്നു എന്ന് തോന്നിക്കഴിഞ്ഞപ്പോ RSS മേധാവിയുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്ന ഒരു ADGPയെ പോലും ന്യായീകരിക്കേണ്ട തരത്തിലേക്ക് CPMന്റെ സംസ്ഥാന സെക്രട്ടറിയും നിയമസഭാ സ്പീക്കറും മാറി. ഇനി ആ സ്റ്റാൻഡിൽ നിന്ന് മാറണമെന്നുണ്ടെങ്കിൽ പിണറായി പറയണം അത് തെറ്റായിപ്പോയി എന്ന് പറഞ്ഞാൽ നിങ്ങൾ വർദ്ധിത വീര്യത്തോടെ സംഘപരിവാറിനെതിരെ രംഗത്തിറങ്ങും. മുഖ്യമന്ത്രി രക്ഷപ്പെട്ടു നിങ്ങൾക്ക് ബോധ്യപ്പെടണം. അതല്ല, അതിന് നാളെ പിണറായി വിജയൻ പറയുകയാണ് RSS ആണ് CPMന്റെ സ്വാഭാവിക സഖ്യകക്ഷിയെന്നും രാജ്യത്തിന്റെ മതേതരത്വം സംരക്ഷിക്കാൻ RSS ശക്തിപ്പെടണമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ബ്രാഞ്ച് തൊട്ട് മുകൾ വരെ എന്ത് ചെയ്യും? നിങ്ങൾ ആ വായ്ത്താരിക്കപ്പുറത്ത് പിണറായി വിജയനെതിരെ ഒരു സംസാരിക്കാൻ ശേഷിയുള്ള ഒരു വ്യക്തിയോ ഒരു ബ്രാഞ്ച് കമ്മിറ്റിയോ ഒരു സംവിധാനമോ ഇന്ന് വർത്തമാനകാല CPMൽ ഇല്ല എന്നാണ് അതിന്റെ യാഥാർത്ഥ്യം. ശ്രീ KP കുഞ്ഞിക്കണ്ണൊക്കെ ഇവിടെ നിന്ന് പറഞ്ഞിട്ട് പോകാന്നുള്ളതേ ഉള്ളൂ. നിങ്ങളൊന്നുമല്ല. ഇന്ന് ആ പാർട്ടി ഏക വ്യക്തി കേന്ദ്രീകൃതമായി മാറിയിരിക്കുന്നു.
പഴയ സോവിയറ്റ് റഷ്യയിലുമൊക്കെ ജോസഫ് സ്റ്റാലിനൊക്കെ പാർട്ടിയെ സമ്പൂർണ്ണമായി നിയന്ത്രിച്ചിരിക്കുന്ന ഒരു കാലഘട്ടം പോലെ ഇന്നത്തെ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഷീ ജിൻപിങ് അതിനെ നിയന്ത്രിക്കുന്നത് പോലെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു വ്യക്തിയിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നു. ആ വ്യക്തിയുടെ ഇഷ്ടാനിഷ്ടങ്ങൾ മാത്രമാണ് നിങ്ങളുടെ പാർട്ടിയുടെ നയം. അതിനെ RSS ആണെങ്കിലും സവർക്കർ ആണെങ്കിലും ഗോഡ്സെ ആണെങ്കിലും വേറെ ഒരു മാർഗവുമില്ല കുഞ്ഞിക്കണ്ണൻ സഖാവെ. നിങ്ങൾ റാൻ മൂളി നിൽക്കാനേ നിങ്ങളെ കൊണ്ട് പറ്റൂ. അതാണ് സത്യം. Debate with Smriti Parithikar.